വിക്രമാദിത്യ കഥകൾ ഭാഗം 16. പുഷ്പാവതി. അടുത്ത ഊഴത്തിൽ വേതാളം വീണ്ടും കഥ പറഞ്ഞു. അയോധ്യയിലെ ആദിശേഷൻ എന്ന വ്യാപാരിയുടെ സൗന്ദര്യവതിയായ മകളായിരുന്നു പുഷ്പാവതി. അവളെ വിവാഹം ചെയ്യുവാൻ പല യുവാക്കളും ആഗ്രഹിച്ചുവെങ്കിലും അവൾ ആർക്കും വഴങ്ങിയില്ല. ആ രാജ്യത്ത് തസ്കരന്മാരുടെ വല്ലാത്ത ശല്യമുണ്ടായിരുന്നു. കുറ്റക്കാരെ കണ്ടുപിടിക്കുവാൻ വേണ്ടി രാജാവ് തന്നെ വേഷപ്രച്ഛന്നനായി ഇറങ്ങിപ്പുറപ്പെട്ടു. അദ്ദേഹം കൊള്ളത്തലവനെ പിടിച്ച് ബന്ധനസ്ഥനാക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. പൊതുജന മധ്യത്തിൽ വെച്ച് തൂക്കിലേറ്റാൻ വേണ്ടി അവനെ സേനാനികൾ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അവിചാരിതമായി ആ രംഗം പുഷ്പാവതി കാണുവാനിടയായി. കള്ളന്റെ തേജസ് കളിയാടുന്ന മുഖവും ആരോഗ്യ ദൃഢഗാത്രമായ സൗന്ദര്യവും കണ്ട് അവനിൽ അവൾ മയങ്ങിപ്പോയി. സ്വതവേ പുരുഷവർഗത്തെ അപ്പാടെ വെറുത്തു വന്നിരുന്ന ആ പെൺകുടി അവനിൽ അനുരക്തിയായി. താൻ ആ കൊള്ളത്തലവനെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് മാതാപിതാക്കളെ പുഷ്പാവതി അറിയിച്ചു. മകളുടെ നിർബന്ധം മൂലം വ്യാപാരി രാജാവിന് ഒട്ടേറെ ധനം കാഴ്ചവെച്ചു. തൻ്റെ മകൾക്ക് കള്ളനോടുള്ള അഭിനിവേശം രാജാവിനെ അറിയിക്കുകയും മകൾക്ക് വേണ്ടി അവനെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ രാജാവിന് ഇതൊട്ടും സമ്മതമായിരുന്നില്ല. അദ്ദേഹം തസ്കരനെ വധിച്ചു കളയുവാൻ തന്നെ തീരുമാനിച്ചു. ഇതറിഞ്ഞ പുഷ്പാവതി കൊലക്കളത്തിലേക്ക് ഒരു ഭ്രാന്തിയെപ്പോലെ പാഞ്ഞു ചെന്ന് കള്ളന്റെ കാൽക്കൽ വീണ് വിലപിച്ചു. തൂക്കുമരത്തിൽ കയറി നിന്നുകൊണ്ട് ഇതെല്ലാം കണ്ട കൊള്ളത്തലവൻ മരിക്കുന്നതിന് മുമ്പ് പുഷ്പാവതിയെ നോക്കി ആദ്യമൊന്ന് ചിരിക്കുകയും പിന്നെ കരയുകയും ചെയ്തു. നിമിഷങ്ങൾ നീങ്ങി കൊള്ളത്തലവനെ വധിക്കുവാനുള്ള സമയം സമാഗതമായി. രാജാവ് കൊള്ളത്തലവനെ വധിച്ചു. തൻ്റെ ഹൃദയനാഥൻ മരിച്ചു വീണപ്പോൾ കഥനഭാരം സഹിക്കാൻ വയ്യാതെ പുഷ്പാവതി അവിടെ തന്നെ ഒരു ചിതയുണ്ടാക്കി അതിൽ ചാടി മരിച്ചു. പാർവതി പരമേശ്വരന്മാർ ഈ നിസ്വാർത്ഥ പ്രേമത്തിൻ്റെ ദുരന്തം കണ്ട് പുഷ്പാവതിയെയും കൊള്ളത്തലവനെയും ജീവിപ്പിക്കുകയും അവരെ വിവാഹിതരാക്കുകയും ചെയ്തു. അങ്ങനെ ആനന്ദകരമായ ജീവിതം അവർ ആരംഭിച്ചു. കഥയ്ക്ക് വിരാമമിട്ടുകൊണ്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, തൂക്കുമരത്തിൽ നിന്നുകൊണ്ട് കള്ളൻ ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തതിൻ്റെ കാരണം എന്താണ്? വിക്രമാദിത്യ മഹാരാജാവ് തെല്ലും സംശയം കൂടാതെ മറുപടി പറഞ്ഞു. ഇതിനു മുമ്പ് താൻ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു യുവതി തന്നെ ഓർത്ത് വിലപിക്കുന്നത് കണ്ടപ്പോൾ കള്ളന് ചിരിയും അവളുടെ മാതാപിതാക്കളുടെ ദുസ്സഹമായ ദുഃഖം കണ്ട് പിന്നീട് കരച്ചിലും വന്നു. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു കഴിഞ്ഞ ഉടനെ വേതാളം തോളിൽ നിന്നിറങ്ങി പതിവ് പോലെ ഓടി മറഞ്ഞു.